വളരെ രസകരമായിട്ടുള്ള വാദഗതികളാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ഈ മണ്ഡലത്തിൽ കാണുന്നത്. BJP അവകാശപ്പെടുന്നത് അവരുടെ സ്ഥാനാർത്ഥി ജയിച്ചു പോയാൽ കേന്ദ്രമന്ത്രിയാകുമെന്നാണ്. ആറ്റിങ്ങലിലും ഇത് തന്നെയാണ് പറയുന്നത്, കൊല്ലത്തും പറയുന്നത് ഇത് തന്നെയാണ്. തൃശ്ശൂരിൽ പിന്നെ നേരത്തെ കേന്ദ്രമന്ത്രി പട്ടം ഉറപ്പിച്ച ആളാണ് മത്സരിക്കുന്നത്. പാലക്കാടും പറയുന്നത് ഇത് തന്നെയാണ്, എറണാകുളത്തും പറയുന്നതാണ്. അപ്പോൾ കേരളത്തിൽ മത്സരിക്കുന്ന BJP-ക്കാരെ മാത്രം ചേർത്തിട്ടൊരു കേന്ദ്രമന്ത്രിസഭ എവിടെ ഉണ്ടാകും? അത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അതിന് BJP മറുപടി പറഞ്ഞേ പറ്റും. അപ്പോൾ ഏതെല്ലാം രൂപത്തിൽ ആളെ പറ്റിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണമാണ്. ഏതു പാർലമെൻറ്റ് മണ്ഡലത്തിൽ പോയാലും അവിടെയെല്ലാം ഒരു കേന്ദ്രമന്ത്രിയെ വാഗ്ദാനം ചെയ്യുകയാണ്. എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്ര പച്ചയ്ക്ക് ആളുകളെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പറ്റിക്കാൻ കഴിയുന്നത് എന്നുള്ളത് പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം. ഒരു കാര്യം. രണ്ടാമത്തെ ഒറ്റ ചോദ്യത്തിന് ഞാൻ വളരെ വേഗം മറുപടി എഴുതരാം. അനിൽ, ആ ചോദ്യത്തിന് സ്ട്രൈറ്റ് ആയിട്ട് ഉത്തരം വേണം. നിങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും മന്ത്രിമാരെ ഉണ്ടാക്കുമെന്ന് അരുണിന് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു പ്രസ്താവന എവിടെയെങ്കിലും കേട്ടോ? അല്ല, ഞാൻ പോയ സ്ഥലങ്ങളിലെല്ലാം കേരളത്തിൽ നിങ്ങൾ അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു രാഷ്ട്രീയപരമായ ഒരു അബദ്ധ ജഡിലമൊക്കെ ഈ വർത്തമാനം പറഞ്ഞ സമയം കളയുന്നതിന് പകരം എവിടെയാണ് തിരുവനന്തപുരത്ത്? ഞാനിപ്പോ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ പറയുന്നു, അസന്നിഗ്ധമായി പറയുന്നു, രാജീവ് ചന്ദ്രശേഖർ മന്ത്രിയായിരിക്കും. അത് ഗവൺമെന്റ് തീരുമാനിക്കൽ അല്ലല്ല, അത് ഗവൺമെന്റ് ഫോം ചെയ്യുന്ന സമയത്ത് ആ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനമാണ്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് തെറ്റായ ഒരു വാഗ്ദാനം എവിടെയെങ്കിലും ജനങ്ങൾക്ക് അങ്ങനെ തെറ്റായ വാഗ്ദാനം കൊടുക്കുന്നു? അതൊരു ഗവൺമെന്റ് ഫോം ചെയ്യുന്ന സമയത്ത് ആ ഗവൺമെന്റ് തീരുമാനിക്കും ആരാണ് മന്ത്രിയാകുന്നത്. BJP-ക്ക് ധൈര്യമായി പറയാം. എന്താണെന്നറിയോ, ഇവരാരും ജയിക്കാൻ പോകുന്നില്ല എന്ന് ഏറ്റവും നിശ്ചയമുള്ളത് കേരളത്തിലെ BJP-ക്കാർക്കാണ്. അതുകൊണ്ട് തന്നെ ജയിച്ചാൽ മാത്രമേ മന്ത്രിയാക്കേണ്ടുന്ന പ്രശ്നമുള്ളൂ. ഇവരാരും ജയിക്കാൻ പോകുന്നില്ല എന്ന് നല്ല നിശ്ചയമുള്ളത് കൊണ്ട് എങ്ങനെ വേണേലും വാഗ്ദാനം കൊടുക്കാം. ഒരു കാര്യം പറ്റും. കഴിഞ്ഞ തവണ നോക്കൂ, ഇഞ്ചോടിച്ച് പോരാട്ടമാണ് രാജഗോപാൽ കാഴ്ചവെച്ചത്. 10,000 ഭൂരിപക്ഷേ ഉള്ളൂ. ഞാൻ അങ്ങനെയൊരു ചോദ്യം ചോദിക്കുന്നു. ഓ രാജഗോപാലിനെയും ഈ രാജീവ് ചന്ദ്രശേഖരനെയും തമ്മിൽ സാധാരണ BJP പ്രവർത്തകരോട് താരതമ്യം നടത്തുമല്ലോ. പണ്ട് കൃഷ്ണമേനോൻ മത്സരിക്കാൻ വരുന്ന സമയത്ത് ആ താരതമ്യം നടത്തിയതിനു ശേഷം ഈ മണ്ഡലത്തിലെ BJP-ക്കാരോട് തീരുമാനം എടുക്കും. ആ തീരുമാനം എന്താന്നുള്ളത് 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ നമുക്ക് കാണാം. BJP-ക്കാരുടെ കാര്യം ഞാൻ പറയുന്നത്, ജനങ്ങളുടെ കാര്യമല്ല. അതായത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ വോട്ടായിരിക്കും എന്നാണോ പറയുന്നത്? ഈ പാർലമെന്റ് മണ്ഡലത്തിലെ BJP-ക്കാർ രാജഗോപാലിനെയും കുമ്മനം രാജശേഖരനെയും അവരുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയും വെച്ചിട്ട് താരതമ്യം നടത്തി BJP-ക്കാരോട് തീരുമാനം എടുക്കും. ആ തീരുമാനം എന്താന്നുള്ളത് 4-ാം തീയതി എണ്ണുമ്പോൾ കാണാം. അത് എന്റെ സുഹൃത്ത് തിരുമല അനിലിന് നല്ല വിജയമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റു ചോദ്യങ്ങൾക്കൊപ്പം എനിക്കൊരു ചോദ്യം കൂടി ഉണ്ട്. ഇന്നലെ നടനായിരുന്ന പ്രകാശ് പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ പിന്തുണയ്ക്കാൻ വേണ്ടി ഇടത് സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയായിരുന്നില്ല ഞങ്ങൾ. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ എങ്ങനെ തരൂരിനെ വിശ്വസിക്കും? പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ യോഗ്യൻ മോഡിയാണെന്ന് പറയുന്ന ബാബറി മസ്ജിദ് അതേപടി പൊളിച്ച് ഇവിടെ നിന്ന് മാറ്റി വച്ചിരുന്നെങ്കിൽ മുസ്ലിം സഹോദരന്മാരെ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന് ചോദിച്ചൊരാൾ, പകുതി RSS മനസ്സുള്ള ഒരാളിനെ മതനിരപേക്ഷ രാഷ്ട്രീയം സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു പോരാട്ടത്തിൽ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും? മോദിക്കെതിരെ പോരാട്ടം ആര് നയിച്ചു എന്നാണ് പറയുന്നത്? ആര് നയിച്ചു? മോഹൻ ഭാഗവത്, RSS-ന്റെ തലവൻ മോഹൻ ഭാഗവത് പോലും ഈ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട അതേപടി പൊളിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന് ഒരു പ്രസ്താവന ഇന്ത്യയിൽ നടത്താൻ ധൈര്യം കാണിച്ചില്ല. മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം പരസ്യമായി മുസ്ലിം സഹോദരന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇത് അതേപടി പൊളിച്ച് മാറ്റി വെച്ചിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇദ്ദേഹത്തിന് RSS-ന്റെ മനസ്സാണ്. വളരെ ഗുരുതരമായ